രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി എന്നതാണ്. അനന്തകൃഷ്ണൻ തുടർന്നുണ്ട് വിവരങ്ങളുമായി. അനന്തൻ പറയൂ. മോത്തി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ വഴിയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലേക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ലുക്കൌട്ട് നോട്ടീസ്. കാരണം രാജ്യം വിടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ പാലക്കാടാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട് വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള വിമാനത്താവളങ്ങൾ വഴി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടുപിടിയിൽ നിന്ന് പെട്ടെന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതി രാജ്യം വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ബ്യൂറോ ഓഫ് എമിഗ്രേഷന് കത്ത് അയച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് നോട്ടീസ് ആക്റ്റീവ് ആവും. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വിമാനത്താവളം വഴി പുറത്തേക്ക് പോകാനുള്ള സാധ്യത അടയ്ക്കുകയാണ് ലക്ഷ്യം. ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനായി രാജ്യവ്യാപകമായ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ മൊബൈൽ ഫോൺ ഓണായ സമയത്ത് കൊച്ചിയിലുണ്ട് എന്നൊരു വിവരം, സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു വിവരം നമുക്ക് ലഭ്യമായിരുന്നു. ഇനി നെടുമ്പാശ്ശേരി വഴി വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നായിരിക്കാം ഇത്തരത്തിൽ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഫോൺ ഓൺ ആയത് അന്വേഷണ സംഘം പരിഗണിക്കുന്നില്ല. കാരണം അത് മറ്റാരുടെയെങ്കിലും വശമാകാം ഫോൺ ഉള്ളത്. പല രീതിയിൽ തന്ത്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തെടുക്കും എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം, പോലീസിന് അറിയാം. കാരണം ഇന്നലെ സ്വന്തം വാഹനം ഉപേക്ഷിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധിയാണ് ഒരു നിയമ നടപടി ഉണ്ടാകുമ്പോൾ സ്വന്തം വാഹനം ഉപയോഗിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അജ്ഞാതമായ വാഹനത്തിലൊക്കെ രക്ഷപ്പെടുമ്പോൾ അത് ഒരു കുറ്റവാളിയുടെ സ്വഭാവമാണ്. ഒളിവിൽ പോകാനുള്ള ഒരു പ്രത്യക്ഷത്തിൽ തന്നെയുള്ള ഒരു നീക്കമാണ്. അപ്പോൾ രാഹുൽ ഒളിവിലാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒളിവിലുള്ള ഒരു പ്രതിക്ക് വേണ്ടി സാധാരണ എന്തൊക്കെ നിയമ നടപടികൾ എടുക്കുമോ അതെല്ലാമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും പുതിയതായി നടത്തിയ നീക്കം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി എന്നുള്ളതാണ്. അത് ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ വഴി രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ആശയവിനിമയം നടത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അപ്പോൾ അതിന്റെ ഏറ്റവും ആ നടപടിയുടെ ധൃതി കാണുമ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രാഥമികമായ തന്നെ എല്ലാ തരത്തിലും പഴുതടച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഒരു സ്ത്രീക്കെതിരെ നടത്തിയ ക്രൂരമായ ചില ചെയ്തികൾ എന്നതിനപ്പുറം രാഷ്ട്രീയ നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ പെൺകുട്ടിയോട് ചെയ്തത് വളരെ നീചവും ക്രൂരവുമായ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നിയമപരമായി അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്, ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാനാവും. 20 പേജുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. 5 മണിക്കൂറിലേറെ നീണ്ട മൊഴിയെടുക്കലിലാണ് ഈ 20 പേജ് മൊഴി നൽകിയിട്ടുള്ളത്. പെൺകുട്ടി ഇക്കാര്യത്തിൽ വീട് അതിക്രമിച്ച് കയറുക, വീട്ടിലേക്ക് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ അശാസ്ത്രീയമായ ഗർഭഛിദ്രം അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു. വീഡിയോ കോളിലൂടെ മരുന്ന് കഴിക്കുന്നു എന്ന് ഉറപ്പാക്കുക വരെ ചെയ്തു എന്നതാണ് പറയുന്നത്. ഇതിനുള്ള ഡിജിറ്റൽ തെളിവുകളും നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലും പ്രതികൂല സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലുള്ളത്. ഒപ്പം കോൺഗ്രസും, അല്ലേ? അനന്തൻ പറയൂ. മോത്തി, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇനിയിപ്പോൾ ഒളിച്ചിരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കും. കാരണം പോലീസ് എല്ലാ രീതിയിലും വലവിരിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലായി. എല്ലാ ജില്ലകളിലുമുള്ള, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി നിൽക്കാറുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ സജീവമാക്കിയിട്ടുണ്ട്. എല്ലാ ഇന്റലിജൻസ് ഷാഡോ ടീമുകളൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ രക്ഷപ്പെടാൻ മാർഗമുള്ള വാഹനങ്ങൾ നിരീക്ഷണത്തിലാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏതെങ്കിലും പാലക്കാട്ടെ ഇപ്പോൾ പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത പാലക്കാട്ട് സൗഹൃദത്തിലുള്ളവരുടെ വാഹനങ്ങൾ, അപ്രത്യക്ഷമായ വാഹനങ്ങൾ ഏതൊക്കെ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. അതിനൊപ്പം തന്നെ അതിർത്തി കടക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ എയർപോർട്ട് വഴി കടക്കാനുള്ള സാധ്യത, അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ സിറ്റി പോലീസ് കമ്മീഷണർ കത്തയച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമൊട്ടാകെയുള്ള എല്ലാ എയർപോർട്ടുകളിലും ഈ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതുവഴി വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു നീക്കം തടയുകയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഏതായാലും ബലാത്സംഗ കുറ്റമാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അനുമതിയില്ലാതെ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ള
കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന 6 കുറ്റങ്ങളാണ് എഫ്ഐആറിലുള്ളത്. മൊത്തം 8 കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സഹായമായി അയാളുടെ സുഹൃത്തു കൂടി ജോബി ജോസഫ് എന്ന് പറയുന്ന അടൂർ സ്വദേശി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് വ്യാപകമായി നടക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അയാൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. മോത്തി, ശരി, അനന്തനിലേക്ക് വരാം.